ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കലനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക ലോകം വീണ്ടും ഒരു പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹിജറ 1445 നിന്നും ഹിജറ 1446 പ്രവേശനം. ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ആശയങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു സമൂഹമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഹിജറ വർഷം ഇനി എത്രാം വർഷത്തിലേക്കാണ് പ്രവേശനം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മളിൽ പല ആളുകൾക്കും അറിയണമെന്നില്ല. ഇപ്പോൾ നമ്മളുള്ളത് ഏത് മാസമാണ്, അറബ് മാസം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിനെക്കുറിച്ചും അറിവില്ലാത്തവർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇസ്ലാമിക കലണ്ടറിനെ കുറിച്ചും ആ കലണ്ടർ ഉൾക്കൊള്ളുന്ന മാസങ്ങളെ കുറിച്ചും നമ്മൾ അറിയേണ്ടത്? എന്തിനു പഠിക്കണം, എന്തിനറിയണം? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇസ്ലാമിലെ ഒട്ടുമിക്ക ആരാധനാ കർമ്മങ്ങളാവട്ടെ, ഒട്ടുമിക്ക ആഘോഷങ്ങളാവട്ടെ, എല്ലാം ഉൾക്കൊള്ളുന്നത് ഈ അറബ് മാസം നിശ്ചയിച്ചുകൊണ്ടാണ്.
അറബ് മാസത്തെ കണക്കാക്കിക്കൊണ്ടാണ് ആരാധനാകർമ്മങ്ങളിൽ പലതുമുള്ളത്. നോമ്പിനെ കുറിച്ച് നമുക്കറിയാം, ഒരിക്കലും ഇംഗ്ലീഷ് മാസം നോക്കിക്കൊണ്ട് നോമ്പെടുക്കാൻ പാടില്ല. നോമ്പിന്റെ തുടക്കമാകട്ടെ ഒടുക്കമാവട്ടെ, സുന്നത്ത് നോമ്പുകളാവട്ടെ, എല്ലാം പരിഗണിക്കുന്നത് അറബ് മാസം നോക്കിക്കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഘോഷങ്ങളായിട്ടുള്ള പെരുന്നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ ശവ്വാൽ 1 ചെറിയ പെരുന്നാളെങ്കിൽ ദുൽഹിജ്ജ 10 ബലി പെരുന്നാൾ. അവിടെ ഒരിക്കലും ഇംഗ്ലീഷ് മാസം പരിഗണിക്കുന്നേയില്ല. എന്തിനേറെ ഒരു മനുഷ്യന്റെ വിവാഹം കഴിഞ്ഞ് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, ആ സ്ത്രീ ഇരിക്കുന്ന ഇദ്ദ ആചരിക്കുക എന്ന് പറയുന്ന ഇദ്ദ, അതും അറബ് മാസം നോക്കിക്കൊണ്ടാണ് കണക്ക് നോക്കേണ്ടത്. ഇനി നമ്മളെല്ലാവരും നിർവഹിക്കുന്ന സക്കാത്ത് കൊടുക്കുക എന്താണെങ്കിലോ അതും അറബ് മാസം നോക്കിക്കൊണ്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു ബിസിനസ് അത് തുടങ്ങി അത് ഫെബ്രുവരി മാസമായിരുന്നു എങ്കിൽ അടുത്ത ഫെബ്രുവരി വരുന്ന സമയത്തല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, മറിച്ച് അറബ് മാസം കണക്ക് നോക്കിക്കൊണ്ടാണ്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ വിശ്വാസ കർമ്മ സ്വഭാവ അനുഷ്ഠാന മേഖലകളിലെല്ലാം അറബ് മാസത്തിനും ഇസ്ലാമിക കലണ്ടറിനും പ്രാധാന്യമുണ്ട്. ഈ അറബ് മാസം ഉൾക്കൊള്ളുന്നത് ഇസ്ലാമിക കലണ്ടറിലാണെങ്കിൽ അതിന്റെ ചരിത്രം കൂടി നമ്മൾ അറിയണം. ഒരു പക്ഷേ ഭൗതികമായി കൊണ്ട് നമ്മൾ പല ചരിത്രങ്ങളും കേട്ടിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ 2024 എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചരിത്രമുണ്ട്. ജനനവും മരണവുമെല്ലാം കണക്ക് നോക്കിക്കൊണ്ട് തന്നെ AD എന്ന് പറയുമ്പോൾ അതിനൊരു കണക്കുണ്ട്. അത് ഇന്ന ആളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അന്നോ ഡൊമിനി എന്ന പേരിലും അല്ലെങ്കിൽ ആഫ്റ്റർ ഡെത്ത് എന്ന പേരിലുമൊക്കെ അതിനെ കണക്ക് നോക്കാറുണ്ട്. എന്നാൽ ഹിജറയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഹിജറ കലണ്ടറിനെ അല്ലെങ്കിൽ ഇസ്ലാമിക കലണ്ടർ എന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനമോ മരണമോ നോക്കിക്കൊണ്ടേയല്ല. പിന്നെന്താണ് ഇസ്ലാമിക കലണ്ടറിന്റെ തുടക്കം? ആ കലണ്ടർ ആരാണ് ആദ്യമായി നിർമ്മിച്ചത്? ആ കലണ്ടറിൽ ഏത് വെച്ചുകൊണ്ടാണ് ആരംഭിച്ചത്? ഇതെല്ലാം ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയം അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്ത് ഭരണാധികാരം ഏറ്റെടുത്ത് 4ാമത്തെ വർഷമായി. അതിനിടയിൽ അദ്ദേഹത്തെ കാണാനായി യമനിൽ നിന്നൊരാൾ വന്നു. യമനിൽ നിന്ന് വന്ന ആള് ഖലീഫയായ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ തന്റെ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഇയാൾ സംസാരത്തിലെല്ലാം ഓരോ ഡേറ്റിനെ വെച്ചുകൊണ്ട്, തീയതി വെച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മാസങ്ങളാവട്ടെ വർഷങ്ങളാവട്ടെ എല്ലാം കൃത്യമായ കണക്ക് നോക്കിക്കൊണ്ടാണ് പറയുന്നത്. ഈ സംസാരങ്ങൾ കേട്ടപ്പോൾ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ തോന്നി, നല്ല കൃത്യമായ അവതരണം അയാൾക്കുണ്ട്. അതിന് കാരണമായതാവട്ടെ ഈ ഒരു കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള സംസാരമാണ്, തീയതി കണക്കാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇങ്ങനെ ഒരു കലണ്ടർ അത് ഇസ്ലാമിക ലോകത്തും ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകൂടി ഹൈറാകുമായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ ഈ ഒരു കാര്യം. അതിനിടയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറായി നിശ്ചയിച്ചിരുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന് ഒരു കത്തയക്കുക. അതിൽ പറയുന്നത്, ഞങ്ങളോട് പല ആളുകളും പല ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നുണ്ട്. ഒരുപാട് കത്തുകൾ വന്ന് കിടക്കുന്നു. ഇതിലേതാണ് ആദ്യം വന്നത്, ഏതാണ് പിന്നെ വന്നത്, ഏതാണ് അവസാനം വന്നത് എന്ന് ഞങ്ങൾക്കറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കണക്ക് നിശ്ചയിച്ചു തരാം, ഒരു തീയതി നിശ്ചയിച്ചു തരാം. ഇത് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി, പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടി അവരോട് ചോദിച്ചു, ഇങ്ങനൊരു അഭിപ്രായം വരുന്നുണ്ട്, എന്ത് ചെയ്യണം? ഭൗതികമായ ഒരു കാര്യമാണ്. ഭൗതികമായി കൊണ്ടൊരു കണക്ക് നോക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം നടത്താൻ പറ്റുമോ ഇല്ലേ? എല്ലാവരും പറഞ്ഞു, അത് നല്ല കാര്യം. കണക്ക് നോക്കാൻ പറ്റുന്നൊരു അവസരമാണല്ലോ, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഉപാധിയാണ്, അത് നമുക്ക് ചെയ്യാം. ശരി, അങ്ങനെയാണെങ്കിൽ എന്ത് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ കണക്ക് നോക്കേണ്ടത്? ഇന്ന ഒരു വർഷം മുതൽ എന്ന് പറയണമെങ്കിൽ ഏതാണ് ആ ഒരു കാര്യമായിട്ട് തെരഞ്ഞെടുക്കണം?
ചില ആളുകൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുന്നിൽ വെച്ചുകൊണ്ടേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതലുള്ള കണക്ക് നോക്കാം. വേറെ ചില ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് കിട്ടിയ ദിവസമല്ലേ, അതാണല്ലോ ഏറ്റവും പ്രധാനം, നുബൂവത്ത് കിട്ടുക എന്നുള്ളത്. ആ നുബൂവത്ത് കിട്ടിയത് മുതലുള്ള കണക്ക് നോക്കണം. വേറെ ചില ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നോക്കിയിട്ടാണെങ്കിലോ എന്നാ ഒന്നുകൂടി അതല്ലേ നല്ലത്. അഭിപ്രായങ്ങൾ പലതുമുണ്ട്. അതിനിടയിൽ ഒരാളുടെ അഭിപ്രായം, നമുക്ക് ഹിജറ വെച്ചുകൊണ്ട് തുടങ്ങിയാൽ, ഹിജറ എന്ന് പറയുന്ന ആ ഒരു ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായി നടന്ന ആ ഒരു സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് തുടങ്ങിയാലോ? എല്ലാവരും പറഞ്ഞു, എന്നാൽ അത് നമുക്ക് സ്വീകരിക്കാം. അങ്ങനെയാണ് ഹിജറ 1-ാം വർഷം 2-ാം വർഷം എന്നിങ്ങനെ തീരുമാനിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന സഹാബിമാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടത് മുതൽ, അല്ലെങ്കിൽ അവിടെ എത്തിച്ചേർന്നത് മുതൽ ആ ഒരു വർഷം കണക്ക് നോക്കി. അവിടുന്ന് അങ്ങോട്ട് 1-ാം വർഷം 2-ാം വർഷം 3-ാം വർഷം എന്നിങ്ങനെ കണക്ക് നോക്കി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു ദിവസം പറയുമ്പോൾ 17-ാം വർഷമായിരുന്നു. ഹിജറ 17-നാണ് ഈ തീരുമാനം വരുന്നത്. അതായിരുന്നു ഹിജറ വർഷത്തിന്റെ, ഹിജറ കലണ്ടറിന്റെ തുടക്കം. കലണ്ടറിന്റെ ചരിത്രം അറിയുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഹിജറ എന്ന ആ ഒരു സംഭവത്തെ മുന്നിൽ വെച്ചു. ഹിജറ എന്ന വാക്കിന്റെ അർത്ഥം വെടിയുക, ഉപേക്ഷിക്കുക എന്നൊക്കെയാണ്. ഒരാൾ തന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് എല്ലാം ഉപേക്ഷിച്ചു പോകുന്നതിന് പൊതുവേ ഹിജറ എന്ന് പറയും. എന്നാൽ ഇസ്ലാമിൽ മതപരമായ ഹിജറ എന്ന് പറയണമെങ്കിൽ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി, ആദർശ സംരക്ഷണത്തിനു വേണ്ടി, താൻ ജീവിക്കുന്ന നാട്ടിൽ ഒരു മുസ്ലിമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന മറ്റൊരു നാട്ടിലേക്ക് പോകുക, അതിനാണ് ഹിജറ എന്ന് പറയുന്നത്. ഈ ഹിജറയെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ഒരുപാട് പാഠങ്ങൾ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിജറ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല, മറിച്ച് ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹിജറ ആദർശ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. വേറൊന്നും ഒരു ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമല്ല. ആദർശം സംരക്ഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശം, അത് ശരിക്കും അവരുടെ ഹൃദയം പറിച്ചു നടുന്നത് പോലെയാണ്. അവർക്ക് എന്തെല്ലാം ഇഷ്ടമായിട്ടുണ്ടോ ആ ഇഷ്ടപ്പെട്ടതെല്ലാം മാറ്റിക്കൊണ്ട് അള്ളാന്റെ ദീനിനു വേണ്ടിയിട്ട്, എന്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട്, എന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ മാറി. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുന്ന രംഗം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജറ പോകാനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു തആല നൽകി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി മക്കയിലെ ഹസ്വറ എന്ന് പറയുന്ന ഒരു സൂക്കുണ്ട്, ഒരു അങ്ങാടിയുണ്ട്. ആ അങ്ങാടിയുടെ ഭാഗത്തു നിന്നെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട് മക്കയിലേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നാൽ മതാഫിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നത് കാണാൻ പറ്റും. ആ കഅബ കാണാൻ പറ്റും. കഅബയുടെ ഭാഗത്തേക്ക് നോക്കി, മക്കയുടെ പ്രദേശത്തേക്ക് നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലാഹി ഇന്നക ലഖൈറു അർദില്ല, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് മക്ക രാജ്യമേ, അത് നീയാണ്. നീയാണ് ഏറ്റവും ഖൈറായിട്ടുള്ള നാട്. വഅഹബ്ബു അർദില്ലാഹി ഇലയ്യ, അല്ലാഹുവിന്റെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതും നീയാണ്. വല്ലാഹി ലൗലാ അന്നീ ഉഖ്രിജ്തു മിൻ മാ ഖറജ്തു, അല്ലാഹുവാണ് സത്യം, നിന്റെ ആളുകൾ എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പുറത്തു പോകില്ലായിരുന്നു. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഒരു ബന്ധമായിരുന്നു മക്കയുമായിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് മക്കത്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 53 വർഷം താമസിച്ചതും മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരും എല്ലാം മക്കയിൽ. ജനിച്ചു വളർന്ന പിറന്ന മണ്ണ് വിട്ടുകൊണ്ട് അവിടുന്ന് പോകണം എന്നാണ്. കാരണം അവിടെ നിൽക്കാൻ അവർ സമ്മതിക്കുന്നില്ല, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അവരിറങ്ങി. ആ ഇറക്കമാവട്ടെ അങ്ങേയറ്റം
ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിരുന്നു. അതാ രണ്ടാമത്തെ പാഠം. എന്തെങ്കിലും ഒരു ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നിട്ടുള്ള ഒരു ഹദീസ്, ഒരു പക്ഷേ അറിവിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആ വാക്കുകൾ മനസ്സിലാക്കിയ എല്ലാം ക്ലിയറാണ്. ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങൾ, അവന്റെ അമലുകൾ, അവന്റെ പ്രവർത്തനങ്ങൾ നിയ്യത്തനുസരിച്ചിട്ടാണ്. ഓരോരുത്തരും എന്താണോ നിയ്യത്താക്കുന്നത് അതനുസരിച്ച് കൊണ്ട് അവനുണ്ടാകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുക. ഒരു മിമ്പറിൽ വെച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആരെങ്കിലും അള്ളാനെയും റസൂലിനെയും ലക്ഷ്യമാക്കിയിട്ടാണ് ഹിജ്റ വന്നതെങ്കിൽ ഓൻക്കതുണ്ട്. അതല്ല ദുനിയാവ് വല്ലതും കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മുഹമ്മദിന്റെ കൂട്ടരുടെ കൂടെ പോവുകയാണെങ്കിൽ ഓരക്കഞ്ഞ് വലുതായി അല്ലെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാലോ, ദുനിയാവിന്റെ വല്ലതും കിട്ടാ എന്ന ഉദ്ദേശത്തിലാണെങ്കിലോ അത് അയാൾക്ക് അത് കിട്ടും, ദുനിയാവ് കിട്ടും. ഇനി വേറെ ആരെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന ഉദ്ദേശത്തിലാണ് അവൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടതെങ്കിൽ അവനൊരു പക്ഷേ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ സാധിച്ചെന്ന് വരാം. പക്ഷെ അള്ളാന്റെ അടുക്കൽ ഹിജ്റയുടെ കൂലി കിട്ടും. ഹിജ്റക്ക് അത്രയും വലിയ പ്രാധാന്യം. അതായത് അള്ളാനെയും റസൂലിനെയും മുന്നിൽ വെച്ചുകൊണ്ട് മാത്രം, ദുനിയാവില്ല അവിടെ, ദുനിയാവിന്റെ ഒന്നുമില്ല. അതാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാൻ പറ്റുക, സഹാബത്തിന്റെ ചരിത്രങ്ങളിൽ കാണാൻ പറ്റുക. അവർ ദുനിയാവിനെ ലക്ഷ്യം വെച്ചിട്ടേ ഇല്ല. അത് ഹിജ്റയുടെ രണ്ടാമത്തെ പാഠമാണെങ്കിൽ ഹിജ്റയുടെ അടുത്തൊരു പാഠം എന്താണെന്നറിയോ? ഒരു മുസ്ലിം എന്ന നിലക്ക് അള്ള പറഞ്ഞതുപോലെ നമ്മൾ നടക്കുകയാണെങ്കിൽ അള്ള സഹായിക്കും. ഹിജ്റ പോകാൻ പറഞ്ഞത് അള്ളാഹുവാണ് എങ്കിൽ അള്ളാഹു സംരക്ഷിക്കും. ഹിജ്റക്ക് വേണ്ടി ഇറങ്ങാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ ആ ഹിജ്റയിൽ അള്ളാഹു സംരക്ഷിക്കും അവരെ. ഒരു പക്ഷേ ചില പ്രയാസങ്ങളൊക്കെ വന്നാലും ശരി, ആത്യന്തികമായ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കും, അള്ളാഹു സഹായിക്കും. ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്. وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലെ 30-ാമത്തെ ആയത്തിലൂടെ പറയാണ്, വഇദ് യംകുറു ബികല്ലദീന കഫറു. ആ സത്യനിഷേധികളായ ആളുകൾ അവര് തന്ത്രം പ്രയോഗിച്ച സന്ദർഭം എന്തിനു വേണ്ടി? ലിയുസ്ബിതൂക, പ്രവാചകരെ താങ്കളെ ബന്ധനസ്ഥരാക്കാൻ, ഔ യഖ്തുലൂക, അല്ലെങ്കിൽ താങ്കളെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവര് തന്ത്രം പ്രയോഗിച്ചല്ലോ. എന്നിട്ട് അള്ളാഹു പറയാണ് വയംകുറൂൻ, അവര് തന്ത്രം പ്രയോഗിച്ചു, വയംകുറൂൻ അല്ലാഹ്, അള്ളാഹും തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ഒരു സന്ദർഭം എന്ന് പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറിയാം. 40 വയസ്സുവരെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വമാണ്. അൽ അമീൻ എന്ന പേരുണ്ടായിരുന്നു. എന്നാൽ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചു. അതുവരെ കണ്ണിലുണ്ണിയായ പ്രവാചകൻ കണ്ണിലെ കരടായി മാറി. അതുവരെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടിരുന്ന അൽ അമീൻ പിന്നീട് ഭ്രാന്തനായ മജ്നൂനായി ചിത്രീകരിക്കപ്പെട്ടു. എല്ലാ അർത്ഥത്തിലും വിമർശനങ്ങൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ എന്നാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചില്ല. അവിടെ നിന്നു. 1 2 കൊല്ലല്ല, നീണ്ട 13 കൊല്ലം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ വളരെ വലുതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ സുമയ്യ റളിയല്ലാഹു അൻഹ കൊല ചെയ്യപ്പെട്ടു. പല സ്വഹാബത്തിനും അങ്ങേയറ്റം പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നു. പല സ്വഹാബത്തിനെയും എറിഞ്ഞോടിക്കുന്ന ഒരവസ്ഥ. അവിടെ പട്ടിണി കിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനും. ഒരു നിലക്കും ഒരാളും അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല. ബഹിഷ്കരണങ്ങൾ ഉണ്ടായി.
ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നീണ്ട 3 കൊല്ലത്തോളം വെറും പച്ചിലയും പച്ചവെള്ളവും മാത്രം കുടിച്ചുകൊണ്ട് കഴിയുക. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ചു നോക്കി. സ്വഹാബിമാര് പറയുന്നുണ്ട്, ഞങ്ങൾ ആ സമയത്ത് വിസർജിക്കുന്ന സമയത്ത് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു ഞങ്ങളുടെ വിസർജനം. അത്രയും പ്രയാസങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ, ആരാരും സഹായിക്കാനില്ലാതെ, എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു. ചില ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും, ചില ആളുകളൊക്കെ ആ സമയത്ത് ഹജ്ജുണ്ട്, ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള ഹജ്ജല്ല, പക്ഷേ അറബികൾ നിർവഹിച്ചിരുന്ന ഹജ്ജിന് വേണ്ടി ഇതര പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ വരുമ്പോ അവരിങ്ങനെ മസാഫിന്റെ ഭാഗത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ അപ്പുറത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിൽക്കുന്ന ഒരു പറ്റം മനുഷ്യരായ ആളുകൾ, അവർ കഷ്ടപ്പെട്ട് അവരുടെ കുട്ടികൾ കരയുന്ന കരച്ചിലുകൾ അല്ലാതെ ഇവരെ സ്വാധീനിച്ചിരുന്നു. പലരും കരഞ്ഞുകൊണ്ടിരുന്നു. കുട്ടികൾക്ക് ഭക്ഷണം കിട്ടാനില്ലാതെ കരയാ, അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. ചില ആളുകളൊക്കെ പറഞ്ഞു, നമുക്ക് ഓരോടുള്ള ആ ഒരു ബഹിഷ്കരണം ഒഴിവാക്കുക. പക്ഷേ ഇസ്ലാമിനോട് അങ്ങേറ്റം വിരോധം വെച്ചിരുന്ന ചില ആളുകളുണ്ടായിരുന്നു. പറഞ്ഞു പറ്റൂല, അവന്റെ ആശയം ഒഴിവാക്കാതെ, അവന്റെ ആ ഒരു പുത്തൻ ആശയം ഉണ്ടല്ലോ, ആ പുത്തൻ ആചാരം, പുത്തൻവാദിയാണ് മുഹമ്മദ്, അതുകൊണ്ട് അത് ഒഴിവാക്കാതെ നമുക്ക് പറ്റില്ല. അങ്ങേറ്റം പ്രയാസങ്ങളുണ്ടായി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണോ, നിങ്ങൾ അബ്സീനിയയിലേക്ക് പോയിക്കോളി, അവിടെ ഒരു രാജാവുണ്ട്, അയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംരക്ഷണം തരും. ആദ്യം മുസ്ലിമീങ്ങൾ പോകുന്നത് അബ്സീനിയയിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ലായിരുന്നു. നബിയും ബാക്കിയുള്ള പല സ്വഹാബത്തും അവിടെ തന്നെ നിന്നു. ആ സമയങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി നിന്നിരുന്നത് മുശ്രിക്കായിരുന്നിട്ട് കൂടി അബൂ ത്വാലിബായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, വാപ്പാന്റെ സഹോദരൻ. എന്നാൽ അബൂ ത്വാലിബ് മരണപ്പെട്ടു. സാമ്പത്തികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. ഈ 2 മരണങ്ങൾ കഴിഞ്ഞപ്പോൾ ശത്രുക്കൾക്ക് വല്ലാത്തൊരു ധൈര്യം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ത്വായിഫിന്റെ ഭാഗത്തേക്ക് പോയി. തന്റെ ഉമ്മാന്റെ കുടുംബമാണ്, അവർ സംരക്ഷിച്ചോളുന്ന വിചാരിച്ചേ. പക്ഷെ അവർ സംരക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ എറിഞ്ഞോടിച്ചു. അവിടെ ആലോചിച്ച് നോക്കി, എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനെ അങ്ങേയറ്റം എതിർക്കാൻ എന്തെല്ലാം വഴികളുണ്ടോ അതെല്ലാം ആ നാട്ടുകാർ നോക്കി. എന്നിട്ട് അവർ അവസാനിപ്പിച്ചു. ഇല്ല, അവര് പിന്നെ മീറ്റിംഗ് കൂടാണ്. ദാറുൻ നദ്വ എന്ന് പറയും അവരുടെ മീറ്റിംഗ് ഹാൾ. ആ മീറ്റിംഗ് ഹാളിൽ അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും വലീദും ഒക്കെ മീറ്റിംഗ് കൂടി. എന്താ മീറ്റിംഗിന്റെ അജണ്ട എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ, മുഹമ്മദിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം? ചില ആളുകൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മുഹമ്മദിനെ ബന്ധനസ്ഥനാക്കി ഇവിടെ വെക്കാം, മുഹമ്മദിനെ ചെങ്ങലക്കിട്ട് ഇവിടെ നിർത്തുക, അവന്റെ ഷെർ അവിടെ തീർന്നോളൂ. അപ്പൊ വേറെ ചില ആളുകൾ പറഞ്ഞു, അത് പറ്റൂല, അങ്ങനെ ബന്ധനസ്ഥനാക്കി കഴിഞ്ഞാൽ അവന്റെ കൂട്ടാളികൾ കുറെ ആളുകളുണ്ട്, അവര് വന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും, അപ്പൊ അത് വേണ്ട. വേറെ ചില ആളുകൾ പറഞ്ഞു, എന്നാ നമുക്ക് മുഹമ്മദിനെ നാട് കടത്തിയാലോ, വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പറഞ്ഞേക്ക. അപ്പോഴും അവർ പറഞ്ഞു, അത് വേണ്ട, മുഹമ്മദിന് വശ്യമായ സംസാരമുണ്ട്, ഏത് നാട്ടിൽ പോയാലും ആളുകളെ പിടിച്ചിരുത്താനുള്ള സംസാരം അവന്റെ ആ ഒരു സിഹിറിൽ ആളുകൾ പെട്ടുപോകും, ആളുകളെല്ലാവരും നമുക്കെതിരാകും, അതുകൊണ്ട് വേണ്ട, വേറെ നാട്ടിലും പറഞ്ഞേക്ക. ആ സമയത്താണ് ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, ആ അബൂ ജഹൽ ഒരു അഭിപ്രായം പറയാം. എന്താ അഭിപ്രായം എന്നറിയോ? നമുക്കൊരു കാര്യം ചെയ്യാം, മുഹമ്മദിനെ അങ്ങ് കൊല്ലാം, മുഹമ്മദിനെ അങ്ങ് കൊല്ലാം. ആളുകൾ, ചില ആളുകളൊക്കെ എതിർത്തു, അത് വേണ്ട, മുഹമ്മദിനെ കൊല്ലുകയാണെങ്കിൽ മുഹമ്മദിന്റെ കുടുംബക്കാരുണ്ട്, അവരെല്ലാവരും അതിന് പ്രതിക്രിയ പറയും, അത് ബുദ്ധിമുട്ടാണ്. അതിനും അബൂജഹൽ മറുപടി കൊടുത്തു. അബൂജഹൽ പറഞ്ഞു, ഏതെങ്കിലും ഒരാളല്ല കൊല്ലുന്നത്, നമ്മുടെ നാട്ടിലുള്ള ഗോത്രങ്ങളിലും കുടുംബത്തിലുള്ള എല്ലാ കുടുംബത്തിലെയും ഒരു ചെറുപ്പക്കാരും വരിക, എല്ലാവരും കൂടുക, എന്നിട്ട് എല്ലാവരും കൂടി മുഹമ്മദിനെ കൊല്ലും. എല്ലാവരും കൂടി ചെയ്യുമ്പോ മുഹമ്മദിന്റെ ഗോത്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയൂല, എല്ലാവരോടും കൂടി എങ്ങനെ എതിർക്കാൻ പറ്റും? ഇനി അവര് പറയാണ്, ബ്ലഡ് മണി വേണം, ഞങ്ങളുടെ നാട്ടിൽപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മുഹമ്മദിനെ ഞങ്ങൾ കൊന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ ബ്ലഡ് മണി വേണം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും കൂടി പിരിച്ചു കൊടുക്കുകയും ചെയ്യാം. അബൂജഹലിന്റെ ആ ഒരു അഭിപ്രായം സ്വീകരിക്കപ്പെട്ടു. എല്ലാവരും കൂടി തീരുമാനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാത്രി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞിട്ട് കൊലപ്പെടുത്താൻ ഒരു പക്ഷേ നമ്മൾ ചരിത്രം കേട്ടിട്ടുണ്ടാകും. അങ്ങനെയാണ് ഒരു വലിയ കൂട്ടം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളയുന്നു. പക്ഷേ അള്ളാഹുവിന്റെ സഹായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടും. ആരാണോ വളഞ്ഞിട്ടുള്ളത് അവരുടെ ഇടയിലൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ സഹായമുണ്ടായി. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരുപാട് സഹായങ്ങളിൽ അവിടുന്ന് അങ്ങോട്ടൊരു തുടർച്ചയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ പോകുന്നത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക്. അബൂബക്കർ റളിയല്ലാഹുവിനെയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നു സൗർ ഗുഹയിലേക്ക്. അള്ളാഹിന്റെ സഹായം അവിടെയുണ്ട്. സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു ഇരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടു എന്ന വാർത്ത മക്കക്കാർ അറിഞ്ഞു. അവരവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്താണ്, മുഹമ്മദിനെ പിടിക്കുന്ന ആളുകൾക്ക് 100 ഒട്ടകം തരും. ചില ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും അബൂബക്കറിനെ പിടിക്കുന്നവർക്കും അതേ ഓഫർ വെച്ചു. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഖ്യയാണ്. അത്രയും വലിയ സമ്പത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒട്ടുമിക്ക ആളുകളും ഇറങ്ങി. ആരാണോ കാണുന്നത് ജീവനോടെയോ അല്ലാതെയോ പിടിച്ചെടുത്താൽ മതി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും സൗർ ഗുഹയിലിരിക്കാം. അതിന്റെ അടുത്തുവരെ ശത്രുക്കളെത്തി. ചരിത്രത്തിൽ കാണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഇരിക്കുന്നത് സൗർ ഗുഹ എന്ന് പറഞ്ഞാൽ ഒരു അടിഭാഗത്താണ്. ഒരു പക്ഷേ മക്കത്തൊക്കെ പോയ ആളുകൾക്ക് കാണാൻ പറ്റും. അതിന്റെ താഴ്ച അടിഭാഗത്താണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് അതിന്റെ തൊട്ടടുത്തുവരെ ശത്രുക്കൾ വന്നു. ആ ഗുഹാ കവാടത്തിന്റെ മുന്നിൽ വരെ വന്നു. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, അവരെങ്ങാനും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ അവര് നമ്മളെ കാണൂലേ? ഒരു ബേജാറോടുകൂടിയുള്ള ചോദ്യമാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും അല്ലാഹ് പറയാം. അല്ലാഹ് അവരാരും സഹായിക്കാത്ത സമയത്ത് അല്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു. എന്നിട്ട് അല്ലാഹു പറയാണ്, ആ സമയത്ത് തന്റെ കൂട്ടുകാരൻ മറ്റേ ആളോട് ഇങ്ങനെ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വാഹിബായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഇത് യഖൂലു ലി സ്വാഹിബിഹി, അദ്ദേഹം തന്റെ സ്വാഹിബിനോട് കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു വാക്ക് പ്രിയപ്പെട്ടവരെ മനസ്സ് കൊണ്ടുകൊണ്ടിരുന്നു. ഒരു നാട് മുഴുക്ക എതിരാവുക, കയ്യിൽ കിട്ടിയാൽ തുണ്ടം തുണ്ടമാക്കുമെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവുക, കൊലപ്പെടുത്തിയാൽ സമ്മാനങ്ങൾ ഓഫർ വെക്കുക, എല്ലാവരും അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുക. അവരൊളിച്ചിരിക്കുന്ന ഭാഗത്തുവരെ ഈ ശത്രുക്കൾ എത്തുക. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഹസൻ, നമ്മൾ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെ, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട്. അതിനോളം വലിയൊരു ധൈര്യം വേറെ എന്താ കിട്ടാനുള്ള പ്രിയപ്പെട്ടത്? അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട്, വേറെ ആരും വേണ്ട, അല്ലാഹ് ഉണ്ട് കൂടെ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറപ്പെടണം. 3 ദിവസത്തോളം അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. അവിടുന്ന് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. ആ യാത്രയിലും അള്ളാഹുവിന്റെ ഒട്ടേറെ സഹായങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നുണ്ട് ചില ആളുകൾ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാനായി വന്ന ചില സന്ദർഭം, സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന അറേബ്യൻ ഗോത്രത്തിലെ ഒരു നേതാവുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു പോകുന്നത് സുറാഖ കണ്ടു. സുറാഖന്റെ അടുത്തുള്ള ആള് പറഞ്ഞു, അത് ഖുറൈശികളൊക്കെ അല്ലെങ്കിൽ മക്കക്കാര് നോക്കുന്ന ആ മുഹമ്മദും അയാളുടെ കൂട്ടുകാരനാണ് തൊണ്ട്. ഉടനെ സുറാഖ് പറഞ്ഞു, അതൊന്നും അല്ല, അത് വേറെ ആളോ വേറെ ആരോ ആണ് എന്ന് പറഞ്ഞിട്ട് അയാളെ തെറ്റിദ്ധരിപ്പിച്ചു. സുറാഖന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയോ? ഞാൻ ഒറ്റക്ക് പോയിട്ട് പിടിക്കണം. സുറാഖ തന്റെ കുതിരപ്പുറത്ത് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തേണ്ട സമയം സുറാഖയുടെ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോയി. അവിടുന്ന് തെറിച്ചു വീഴാണ് സുറാഖ. സുറാഖ ആദ്യം വിചാരിച്ചു ഇതെന്തോ പറ്റിയത്, വീണ്ടും പിടിക്കാൻ വേണ്ടി വന്നു. 2ാമത്തെ തവണയും അത് സംഭവിച്ചു.
മൂന്നാമത്തെ തവണയും സംഭവിച്ചപ്പോ സുറാഖക്ക് മനസ്സിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ പ്രവാചകൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കരാറുകളൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ സുറാഖ അള്ളാഹുവിന്റെ സഹായങ്ങളായിരുന്നു. അവർക്ക് ഭക്ഷണത്തിന്റെ വിഷയത്തിലോ വെള്ളത്തിന്റെ കാര്യത്തിലോ ഒക്കെ അള്ളാഹു സഹായിച്ചു. ചരിത്രത്തിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ ശക്തമായ ദാഹവും വിശപ്പും അവർക്കുണ്ടായി. അവരിങ്ങനെ നോക്കുമ്പോ ഒരാള് ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും അയാളുടെ അടുത്ത് ചെന്നു, കുടിക്കാൻ വല്ലതും? അയാൾ പറഞ്ഞു, ഒന്നുമില്ല, ആകെ അതിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണാടുണ്ട്, അത് പ്രസവിച്ച പ്രായം തികയാതെ അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിച്ചതാണ്, അതിലൊന്നും പാലൊന്നും വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാണിച്ചു തരിക, നിങ്ങൾ അടുപ്പിച്ച് നിർത്തി തന്നാൽ മതി. ആ മനുഷ്യൻ അബൂ മഅബദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ആ ഒരു ആടിനെ മുന്നിൽ വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ അകിടിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹു നൽകിയ വലിയ ഒരു അത്ഭുതം, ഒരു മുഅ്ജിസ. പാല് ചുരത്താത്ത ആ ഒരു ആടിന്റെ അകിടിൽ നിന്നും പാല് വരാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് പാത്രത്തിലാക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കഴിഞ്ഞിട്ട് ഈ അബൂ മഅബദിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മര്യാദ കൂടി പഠിപ്പിക്കുക, ആരാണോ വിതരണം നടത്തുന്നത് അയാൾ അവസാനമാണ് കുടിക്കേണ്ടത്. അവിടുന്ന് അങ്ങോട്ട് ഒട്ടേറെ സംഭവങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു യാത്രയിൽ ഒട്ടേറെ സംഭവങ്ങൾ, എല്ലാം അള്ളാഹു അവരെ സഹായിച്ചതിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കുകയാണെങ്കിൽ ലാ തഹ്സൻ, ദുഃഖിക്കേണ്ടി വരൂല. ഇന്നല്ലാഹ മഅനാ, അള്ളാഹ് നമ്മുടെ കൂടെയുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും ഒരിക്കലും അത് നടക്കൂല എന്ന് വിചാരിച്ചാലും അള്ളാഹു അത് നടത്തിത്തരും. എന്തായാലും നടക്കുമെന്ന് വിചാരിച്ചത് അള്ളാഹു ഒഴിവാക്കി തരും. അള്ളാഹിന്റെ സഹായങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ചരിത്രം നമുക്കുള്ള സാക്ഷികളാണ്. അതുപോലെ തന്നെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവക്കുലാണ്. ഈ തവക്കുൽ എന്ന് പറയുമ്പോൾ ആളുകൾ പല രൂപത്തിലാണ് തവക്കുലിനെ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൽ വലിയ തവക്കുലുള്ള ആളാണ്, പക്ഷേ അയാള് ജോലിക്ക് പോകുന്നില്ല, അയാളുടേതായ കാര്യങ്ങളൊന്നും നിർവഹിക്കുന്നില്ല, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കി എന്ന് പറഞ്ഞിട്ടിരിക്കുക. വേറെ ചില ആളുകളായിട്ട് എല്ലാം എന്റെ കഴിവിൽ നിന്നാണ് ഇതൊക്കെ നടക്കുന്നത്, ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. അള്ളാഹുവിൽ തവക്കുലാക്കാൻ ഒരു നിലക്കും റെഡിയാവാത്ത ആളുകളുണ്ട്. ഇത് രണ്ടുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നമുക്ക് തവക്കുലിന്റെ അടയാളങ്ങൾ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിജ്റ പോകാൻ വേണ്ടി പറയുന്നത് ആരാ? അള്ളാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുമെന്ന 100% വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ എടുക്കുന്ന ചില പദ്ധതികളുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം അത് ഇന്ന ആളാണ് കൊണ്ടുവരേണ്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ ബീവിനെ അത് ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും പോകാനുള്ള വാഹനം അത് റെഡിയാക്കാനായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ ഏൽപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാകട്ടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാനുള്ള വഴി അറിയൂല. ആ നാടിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സ്ഥലത്തെ കുറിച്ച് പോകാനുള്ള വഴി അറിയാൻ വഴികാട്ടിയായിക്കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന ഒരു മുശ്രിക്കായ മനുഷ്യനാണ് ഏൽപ്പിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴികാട്ടിയായിട്ട് നിൽക്കുന്നത്. വേറെ ഒരാൾക്കൊരു ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട്. ആമിർ ഇബ്നു ഫുഹൈറ എന്നാണ് ആ വ്യക്തിന്റെ പേര്. അയാൾക്കുള്ള ഡ്യൂട്ടി എന്തായിരുന്നു എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു പോകുന്ന ഒട്ടകം സ്വാഭാവികമായിട്ടും മണൽപ്പരപ്പിലൂടെ പോകുമ്പോൾ ആ ഒട്ടകത്തിന്റെ കാലടിപ്പാടുകൾ കാണാൻ പറ്റും. അതിന്റെ പിന്നിൽ വരുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഈ ഒട്ടകം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ആ ഒട്ടകം പോയ വഴി അറിയാതിരിക്കാൻ ആമിർ ഇബ്നു ഫുഹൈറയെ ഏൽപ്പിക്കാണ്. ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന മനുഷ്യൻ കുറച്ച് ആടുകളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു പോകുന്ന വഴിയിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകളെ നടത്തും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു കൊടുക്കാം.
ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങല്ല ചെയ്യണേ. അവിടെ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നുണ്ട്. അതാണ് തവക്കുൽ. അള്ളാഹ് രക്ഷപ്പെടുത്തുന്നു പറഞ്ഞിട്ട് ഇരിക്കല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വടികാട്ടിയെ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കുള്ള വാഹനം തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു. തങ്ങളെ ശത്രുക്കൾ പിടിക്കാതിരിക്കാനുള്ള വഴികളും റെഡിയാക്കി. എന്നിട്ടാ തവക്കുൽ. അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം അള്ളാഹിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കലല്ല. ഇവിടെ എല്ലാ അർത്ഥത്തിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഗുണപാഠങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ സ്വഹാബിമാരാവട്ടെ അങ്ങേയറ്റം ത്യാഗത്തോടു കൂടിയാണ് അവർ ഹിജ്റ പോയിട്ടുള്ളത്. വലിയ ത്യാഗം ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും വലിയ തെളിവ് നമുക്ക് കാണാൻ പറ്റുക അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെയും ചരിത്രം. അബൂ സലമയും ഉമ്മു സലമയും രണ്ടുപേരും മുസ്ലിമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവർ ഹിജ്റ പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ കാണാൻ പറ്റും അവർക്കുള്ള വാഹനം കൊണ്ടുവന്നു. ഉമ്മു സലമ വാഹനപ്പുറത്ത് കയറി. അബൂ സലമ അതിന്റെ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഉമ്മു സലമിന്റെ കുടുംബക്കാരങ്ങോട്ട് വരുന്നത്. അവർ പറഞ്ഞു, അബൂ സലമ വിടൂല, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു തരുമ്പോ നീ ഞങ്ങളുടെ ആശയത്തിലായിരുന്നു. ഇപ്പൊ നീ പുത്തൻ വാദവുമായിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാണ്, അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. അബൂ സലമയും ഉമ്മു സലമയുടെ കുടുംബക്കാരും തമ്മിൽ തർക്കങ്ങളുണ്ടായി. ആ സമയത്ത് തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിനെ ഇവര് പിടിച്ചു വലിക്കാൻ തുടങ്ങി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ആ കുട്ടിയുടെ തോളിന്റെ ഭാഗത്ത് നിന്ന് എല്ലാം കണ്ട് നീങ്ങിപ്പോയി. പിടിച്ചു വലിച്ചതിന് ആ കുട്ടിയെയും കൊണ്ട് കുടുംബക്കാരും പോയി. ഉമ്മു സലമയെയും കൊണ്ട് ഉമ്മു സലമിന്റെ കുടുംബക്കാരും പോയി. അബൂ സലമിനോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഒറ്റക്ക് പോകാം. ഒന്ന് ആലോചിച്ചു നോക്കി, നാടുമില്ല, ഭാര്യയില്ല, മക്കളുമില്ല. അബൂ സലമ റളിയല്ലാഹു അൻഹു ഒറ്റക്ക് മദീനത്തേക്ക് എത്തി. തികച്ചും ഒറ്റപ്പെട്ടൊരവസ്ഥ. എന്നാൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രവും അവരുടെ അവസ്ഥയോ, തനിക്ക് താങ്ങും തണലുമായി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചിരുന്ന ഭർത്താവില്ല, കുഞ്ഞില്ല, ശത്രുക്കളുടെ വീട്ടിൽ തടങ്കലിലായിക്കൊണ്ട് കഴിയുക. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് മാസങ്ങൾ കഴിച്ചു കൂട്ടിന. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോ ഉമ്മു സലമ ഇരിക്കുന്ന ഉമ്മു സലമയെ കെട്ടിയിട്ടിട്ടുള്ള ബന്ധനസ്ഥനാക്കിയിട്ടുള്ള ചെങ്ങലക്കിട്ടിട്ടുള്ള അതിന്റെ വഴിയിലൂടെ ഒരാളിങ്ങനെ നടക്കുമ്പോ അയാൾ ആ കരച്ചില് കേട്ടിട്ട് അയാൾക്ക് സങ്കടം വന്നു. അയാൾ വന്നിട്ട് കുടുംബക്കാരോട് വന്ന് സംസാരിച്ചു, ഇത്രയൊക്കെ ആയിട്ടും അളവ് മാറ്റാൻ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇഞ്ഞ് വിട്ടളി. ഉമ്മു സലമനെ വിട്ടു. ഉമ്മു സലമ വേഗം പോയിട്ട് കുഞ്ഞിന്റെ അടുത്ത് ചെന്നു. ആ കുഞ്ഞിനെയും എടുത്ത് ഉമ്മു സലമ നടക്കണം. എങ്ങോട്ടാ പോവുക? ആരാ കൂട്ടിലുണ്ടാവുക? ആരുമില്ല. ആ സമയത്ത് മുശ്രിക്കായിരുന്ന ഒരാളുണ്ട്, അബൂ ത്വൽഹ. ആ അബൂ ത്വൽഹനെ കണ്ടു. അബൂ ത്വൽഹ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാ പോണേ? ഞാൻ എന്റെ ഭർത്താവിനെ അന്വേഷിച്ചു കൊണ്ടുപോവുകയാണ്, എനിക്ക് യസ്രിബിലെത്തണം, മദീനയിലെത്തണം. ഈ അബൂ ത്വൽഹ കൊണ്ടാക്കിന ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ട് എന്നിട്ട് മദീനയുടെ അടുത്തെത്താൻ നിൽക്കുന്ന സമയത്ത് പറഞ്ഞുതാ, നീ ആഗ്രഹിക്കുന്ന സ്ഥലം അതാണ്. വല്ലാത്ത പരീക്ഷണങ്ങളേൽക്കേണ്ടി വന്ന ആളുകൾ. സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാൻ പറ്റും. അദ്ദേഹം റോമക്കാരനായിരുന്നു. ആദ്യം അറബിയാണ്, പിന്നീട് അദ്ദേഹത്തെ റോമിലേക്ക് പിടിച്ചുകൊണ്ടുപോയി അവിടുത്തെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അടിമയായിട്ടാണ് അദ്ദേഹം മക്കയിലേക്ക് എത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടും സാമർത്ഥ്യം കൊണ്ടും അദ്ദേഹം അടിമത്വത്തിൽ നിന്ന് മോചനം കിട്ടി. അദ്ദേഹം ഒരുപാട് കച്ചവടം ചെയ്തു, ഒരുപാട് സമ്പത്തുണ്ടാക്കി. ഇസ്ലാം വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോ സുഹൈബ് ഇസ്ലാം സ്വീകരിച്ചു. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് ഹിജ്റ പോകാൻ നിൽക്കുമ്പോ ശത്രുക്കൾ വരുന്നുണ്ട്. എന്നിട്ട് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, യാ സുഹൈബ് അത്തൈനാ സുഅലൂഖൻ ഹഖീറ.
സുഹൈബേ, നീ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോ ഒന്നുമില്ലാതെ കടന്നു വന്നേ. ഞങ്ങളുടെ നാട്ടിൽ വന്ന് കച്ചവടമൊക്കെ ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കി, എന്നിട്ട് ആ പണം കൊടുത്തിട്ട് നീ പോകാൻ വിടൂല ഞങ്ങള്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാള് അയാളുടെ സമ്പത്ത് കൊണ്ട്, അയാളുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ സമ്പത്താ. ശത്രുക്കൾ പറയണം പറ്റൂല, വിടൂല ഞങ്ങൾ. ആ സമയത്ത് സുഹൈബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്റെ സമ്പത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം, എന്നാൽ എന്റെ ആശയം അനുസരിച്ച് പോകാൻ നിങ്ങൾ സമ്മതിക്കോ? അവർ പറഞ്ഞു അത് സമ്മതിക്കും. അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പാദ്യവും, ജീവിതത്തിൽ മുഴുക്കുണ്ടാക്കിയ സമ്പാദ്യം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഇറങ്ങി. ആ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, റബിഹ സുഹൈബ്, റബിഹ സുഹൈബ്. സുഹൈബ് ഏറ്റവും നല്ല ലാഭമാണ് കൊയ്തിട്ടുള്ളത്. ഇതുവരെ നടത്തിയ കച്ചവടത്തിനേക്കാൾ ഏറ്റവും വലിയ കച്ചവടമാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെ എന്തള്ളേ? സ്വന്തം ശരീരത്തിനേക്കാൾ, സ്വന്തം കുടുംബത്തിനേക്കാൾ, സ്വന്തം സമ്പത്തിനേക്കാൾ എല്ലാത്തിനും വലിയ സ്ഥാനം അല്ലാഹു റസൂലിന്. അല്ലാഹു റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞ സമർപ്പിക്കാൻ. അങ്ങനെയുള്ള ആളുകളാണ് മുഹാജിറുകൾ. എല്ലാ അർത്ഥത്തിലും ഹിജറ വന്ന ആളുകൾ. നമുക്കും ഹിജറ ഉണ്ട് ശരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് മുഹാജിർ? വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു എന്താണോ വിരോധിച്ചത് അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങളുണ്ട്, ചെയ്യണമെന്നുണ്ട്, മനസ്സിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് വിട്ടുനിൽക്കണം. അപ്പോഴാണ് ഒരു മുഹാജിറിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുക. അള്ളാഹു വിരോധിച്ചതാണോ അതൊന്ന് ഒഴിവായി നിൽക്കുക. അതൊരു പക്ഷേ നമ്മുടെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും മക്കൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും നമുക്ക് ഒരുപാട് സമ്പത്ത് നേടിത്തരുന്നതാണെങ്കിൽ പോലും ആ സമ്പത്ത് വേണ്ട. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത സമ്പത്ത് വേണ്ട എനിക്ക്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം വേണ്ട എനിക്ക്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു സഹായം വേണ്ട എനിക്ക്. അത് തീരുമാനിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ യഥാർത്ഥ മുഹാജിറായിട്ട് മാറാൻ കഴിയും. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. മരണപ്പെടുന്ന സമയത്ത് ഈമാനുള്ള ഒരു മരണം അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബർ ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.